തിരുവനന്തപുരം നേമം മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട സംവാദത്തെ ചൊല്ലി തർക്കം തുടരുന്നു. സംവാദത്തിന് തീയതിയും സമയവും തീരുമാനിക്കാൻ വി ശിവൻകുട്ടി ആരെന്നാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യം. ഇന്ന് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ശിവൻകുട്ടിയാണോ തീരുമാനിക്കേണ്ടത് എവിടെയാണ് നടക്കുന്നത് സംവാദം? ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, ജനങ്ങളെ തീരുമാനിക്കേണ്ടത്. കുറച്ച് വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയാം, ഞാൻ തീരുമാനിക്കാം എവിടെയാണ് സംവാദം, എപ്പോഴാണ്, ഏത് സമയം, ഏത് ഡേറ്റ് ഞാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തോട് പറയാം. അദ്ദേഹമല്ല തീരുമാനിക്കേണ്ടത്. ഇന്ന് നരേന്ദ്രമോദിജി തൃശ്ശൂരും പാലക്കാട് വരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം TV ചാനലിലെല്ലാം കവർ ചെയ്യുന്നു. അപ്പോൾ അതിന്ന് ശ്രദ്ധ തിരിക്കാൻ ഈ തന്ത്രമൊന്നും നടക്കില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ആദ്യം ഈ സംവാദത്തിന് വെല്ലുവിളിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ്. പിന്നാലെ വി ശിവൻകുട്ടി അതിൻ്റെ സമയവും തീയതിയും ഒക്കെ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഈ സംവാദം നടക്കുമോ? ദിലീപ്, സംവാദം നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയായിട്ടില്ല. ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി മുഴക്കുന്നതിനപ്പുറത്തേക്ക് സംവാദം എന്നത് പ്രായോഗിക തലത്തിലേക്ക് വരുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ആദ്യം സംവാദത്തിന് ക്ഷണിച്ചത് BJP സംസ്ഥാന അധ്യക്ഷനും നേമം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറാണ്. പിന്നീട് ആ സംവാദം വി ശിവൻകുട്ടി ഏറ്റെടുക്കുകയായിരുന്നു. വി ശിവൻകുട്ടി അങ്ങോട്ടും സംവാദത്തിന് വെല്ലുവിളിച്ചു. അങ്ങനെ ഇന്ന് 29-ാം തീയതി ഉച്ചവരെയുള്ള സമയത്ത് താൻ സംവാദത്തിന് തയ്യാറാണെന്ന കാര്യം വി ശിവൻകുട്ടി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ അതിനോട് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചില്ല. ഇന്നാണ് സംവാദത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൃത്യമായി വന്നിരിക്കുന്നത്. സംവാദത്തിൻ്റെ തീയതിയും സമയവും സ്ഥലവും ഒക്കെ തീരുമാനിക്കാൻ ശിവൻകുട്ടി ആരാണ് എന്ന ചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയത്. മാത്രമല്ല, താനാണ് തീരുമാനിക്കുക സമയവും സ്ഥലവുമൊക്കെ. അപ്പോൾ ശിവൻകുട്ടിയെ അറിയിക്കാം, അന്ന് സംവാദം നടക്കുമെന്നാണ്. എന്തായാലും ശിവൻകുട്ടി സംവാദത്തിലുള്ള സമയപരിധി വീണ്ടും നീട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ താൻ നിയമത്തുണ്ടാകും. അതുകൊണ്ട് ഏത് സമയവും സംവാദത്തിന് തയ്യാറാണ് എന്നാണ് ഇന്ന് നമ്മുടെ ബൽറാം നെടുങ്ങാടിയോടൊക്കെ നൽകിയിരിക്കുന്ന പ്രതികരണം. അതുകൊണ്ട് തന്നെ സംവാദത്തിന് ഇപ്പോഴും കളമൊരുങ്ങുന്നുണ്ട്. UDF ആകട്ടെ രണ്ടുപേരും ഒരുമിച്ചിരുന്നോളൂ, തങ്ങൾ മറ്റു സൈഡിൽ നിന്ന് സംവാദത്തിന് തയ്യാറാണെന്ന് KS ശബരിനാഥനും ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ സംവാദമാണ് നിയമമണ്ഡലത്തിലെ ഏറ്റവും വലിയ സംവാദ വിഷയമായി മാറിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.